ചേച്ചി ഇതിലെല്ലാം വെയിറ്റ് ഉണ്ട്. നീ അവിടെ വെക്ക്, ഞാൻ എടുത്ത് വെച്ചോളാം. ആദ്യം നീ വീഴുവേ. ആദി സജിമാമൻ ഇങ്ങോട്ട് വരട്ടെ, ഞാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. നോക്കിയോ നീ. ഭയങ്കര പേടിയാണല്ലേ? അതാ ഞാൻ പറഞ്ഞേ. അവരെത്തി. നീ ഇത് എവിടേക്കായി നേരം വെളുക്കുമ്പോ എനിക്ക് പോയത്? റിട്ടേൺ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ ഫ്രണ്ട് അടുത്ത് പോയതാ. എന്നാ അതൊന്ന് പറഞ്ഞിട്ട് പോവാൻ പാടില്ലേ? ഞാൻ ഇവളുടെ അടുത്ത് പറഞ്ഞിട്ടായിരുന്നു. എടാ ഞാനൊന്ന് അവിടെ വരെ പോയിട്ട് പറ്റേ. എന്താ? ഒരു ചെറിയൊരു പരിപാടി ഉണ്ട്. പെട്ടെന്ന് വരില്ലേ? കട തുറന്നിട്ടില്ലാന്ന്. അതെ അവന് ആദി ഈ ചെറുക്കൻ ഒരു വക പറഞ്ഞനുസരിക്കാം. നീ ഒന്ന് ഇറക്കിക്കാ നന്ദു. എന്താണ് നിനക്ക് അവിടെ പണി? ഇങ്ങോട്ട് വന്നേ. വരാൻ പറയുമ്പോ ചാടിട്ടാണ് വരുന്നത്. പിന്നെ സ്റ്റെപ്പൊക്കെ ഞാൻ എന്തിനാ ഉണ്ടാക്കി വെച്ചിരിക്കണ? നിന്നോട് ഞാൻ പല പ്രാവശ്യം പറയണ്ട, കണ്ണി കണ്ട സാധനത്തിന് മേലെ പൊത്തിപ്പിടിച്ച് കയറായിരുന്നു. ഇനി അതിന്റെ മുകളിൽ നിന്ന് കൈയും കാലം ഓടിക്കാനാണോ? എന്തെങ്കിലും പറഞ്ഞ പിന്നെ അവന് മൊയലിന്റെ പോലെ എക്സ്പ്രഷനാ. കൊള്ളത്തരം. നിനക്ക് പഠിക്കാൻ എന്തെങ്കിലും ഉണ്ടാ? എന്നാ പോയിരുന്നു പഠിക്കേ. നിന്നോട് കൊച്ചിനൊന്നും വരട്ടാനല്ലേ പറഞ്ഞുള്ളൂ. നീ ഇപ്പൊ എന്നെ കൊച്ചിനെ കൊല്ലൂലോ. എന്തെങ്കിലും ഒന്ന് പറ കറക്റ്റ് ആയിട്ട്. ഓ ഞാനൊന്നും പറഞ്ഞില്ലേ, നീ നിന്റെ സൗകര്യം പോലെ ചെയ്. നിനക്ക് അറിഞ്ഞൂടെ അവന്റെ സ്വഭാവം? അതിന് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. നീ ഒന്ന് അപ്പുറത്തേക്കോ. അമ്മ ഞാൻ ഈ ഓസ് എടുത്ത് അങ്ങോട്ട് ഇട്ടിട്ട് വരാം. ശരി മോളെ. പോയിട്ടെന്തായി? പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു തീർത്തു. ഇപ്പം നിനക്ക് സമാധാനമായില്ലേ? പിന്നെ കുറച്ച് കാശ് കൊടുത്തു. തങ്കച്ചായം പറഞ്ഞ പാവങ്ങളാണ്, പിന്നെ ഞാൻ കൊടുക്കാന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ മാപ്പ് പറഞ്ഞപ്പോഴേ അവരുടെ പ്രശ്നങ്ങളൊക്കെ തീർന്നു ശരിക്കും. പിന്നെ അതിന് മാത്രമേ ഞാൻ ഒന്നും ചെയ്തില്ലല്ലോ. പക്ഷെ ഞാൻ രണ്ടെണ്ണം പൊട്ടിച്ചു, പേടിച്ച് നിർത്തി പൊട്ടിച്ചു. അതിൻ്റെ പേടിയുണ്ട്. അല്ല അത് മാറി തമ്മാടിത്തരല്ലേ നമ്മളോട് അവർ ചെയ്തത് അല്ലേ? ഞാൻ അത്രയെങ്കിലും ചെയ്തില്ലെങ്കിൽ ഞാനല്ല എന്ന് വിചാരിക്കില്ല അവര്. എന്നിട്ട് പാണായോ? അല്ല ഇപ്പൊ ഒരു സമാധാനായി അല്ലേ? ടെൻഷൻ വല്ലതും ഉണ്ടോ? ഇല്ല. എന്ത് ടെൻഷൻ? എല്ലാം തീർന്നു. ഓ ഞാൻ ആദ്യം അടുത്ത് പറഞ്ഞാടാ, അതവൻ എന്നെ മാത്രമേ പേടിയുള്ളൂ. അതുകൊണ്ട് എന്ത് കാര്യമായിട്ടെങ്കിലും ചേച്ചി അമ്മി എൻ്റെ അടുത്ത് പറയുള്ളൂ. അവന് 3 നേരം ഭക്ഷണം കൊടുക്കണം എൻ്റെ പേര് പറഞ്ഞ. ഇന്നലെ രാത്രിക്ക് പെട്ടെന്ന് എൻ്റെ അടുത്ത് എന്തൊക്കെയോ മറയ്ക്കുന്ന പോലെയൊക്കെ തോന്നി. അപ്പം എനിക്ക് ഭയങ്കര ദേഷ്യം വന്നു. അതാ ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞു. സോറി. സോറി ഒന്നും വേണ്ട. ഹാ സോറി ഒന്നും പറ്റില്ലെന്ന്. അതെന്താ? പറ്റില്ല. സോറിയൊക്കെ നമ്മൾ ചെറിയ ക്ലാസ്സിൽ പിള്ളേര് പറയണല്ലേ അല്ലേ? വേറെ എന്തെങ്കിലും? പിന്നെന്താ? പിന്നെ നന്ദു ഒന്ന് പുറത്തേക്ക് വന്നേ. എന്തേ? ഇവിടെ പുറത്ത് പോലീസൊക്കെ വന്നിക്കുന്നു. ഒന്ന് വേഗം വന്നേ. പോലീസാ? ആ അവിടെ പോലീസ്. എന്താ? ആർക്കറിയാം, പുറത്തെ ആളുകളൊക്കെ കൂടിയിട്ടുണ്ട്. ഞാൻ ടീഷർട്ട് എടുത്തിട്ട്. തങ്കച്ചാൻ അന്വേഷിച്ചു വന്നാടാ. ഇത്തവണത്തേക്ക് ഒന്ന് ക്ഷമിക്കണം. വളരെ വേണ്ടപ്പെട്ട ഒരാളായിരുന്നു. അതുകൊണ്ട് സാറിന് ഒരു പ്രശ്നം ഉണ്ടാവില്ല. അതെ, ഈ തങ്കച്ചനെ വല്ല കാര്യണ്ട. കൂട്ടം കൂടി കണ്ടുപിടിക്കേണ്ടി പോയതാണ്. അതും ടച്ചിങ് സെറ്റ് മലമ്പാമ്പ്, പെരുമ്പാമ്പേ. പിന്നെ ഉണ്ടായിരുന്ന ആൾക്കാർക്ക് ഇന്നലെ പൊക്കി. ഇതിന് എന്താവാ?
ഒന്ന് പറഞ്ഞടാ. എൽദോ ചുമ്മാരി നീ ഈ വള്ളി കേസ് കെട്ടുള്ള ഇടപെടല്ല. നിങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞു ചുമ്മാ ഇടപെടുന്ന വിഷയത്തിന് വേറെ വകുപ്പ് പറയണം. വകുപ്പ് പറയണം. ഞാൻ അങ്ങനത്തെ ഒരാളല്ല സാർ. അങ്ങനെ നീ ഏത് ടൈപ്പ് ആളായാലും ഇപ്പൊ നടി കയറാം. ഞാൻ അങ്ങോട്ട് കയറി വരും. കയറി വന്നാൽ പ്രശ്നമാവേ. സാർ ഞാൻ അങ്ങനത്തെ ഒരാളല്ല, കഴിച്ചില്ല സാർ. അയാളെ പറ്റി വണ്ടി കയറി. ചാറി മുക്കി നക്കിന്നുള്ളൂ സാർ. ചാറി മുക്കിയാണ് അവിടെ ചെന്നിട്ട് നീ ബാക്കി കഥയൊക്കെ സ്റ്റേഷനിൽ ഒന്ന് പറ. അവിടെ വെച്ച് നമുക്ക് തീരുമാനിക്കാം. നന്ദു സാർ പ്ലീസ്. എടാ എന്റെ കടാ എൽദോ പറയണ എൽദോ. നീ ആ പാർട്ടി ഓഫീസിലേക്ക് വെക്കോ. ഇതാണല്ലേ ആര്? മറ്റവൻ സജീവ. ആ ഞാൻ വിളിച്ചോളാം, നീ ചെല്ലേ. ഇതവന്റെ വീടാണോ? തങ്കച്ചേന്റെ കാര്യം നിനക്കറിയാല്ല. ആരുമില്ല, ആകെയുള്ള ഒരാളിലാണ് ഈ പുള്ളി ശോകമാണ്. കാശ് വല്ല ഉണ്ടെങ്കിൽ നമുക്ക് ഇറക്കായിരുന്നു. നമുക്ക് കാശ് ഇറക്കാം. എന്നാ നോക്ക്. ഗീതി ആ പേഴ്സ് എടുത്തിട്ടോ. വാ അമ്മ പോട്ടെ ചേച്ചി. അല്ലെങ്കിൽ വേണ്ട, ഞാൻ കാശ് ട്രാൻസ്ഫർ ചെയ്ത് തന്നാൽ മതിയാ. ട്രാൻസ്ഫർ ചെയ്താൽ മതി. ഒരു കാര്യം ഉറപ്പാണ്, കാശുണ്ട് അയാൾ പാമ്പിനല്ല ആനനെ തിന്നവരെ നമ്മൾ ഇറക്കും. ഞാനാ പറഞ്ഞത്. ഇന്ന് തന്നെ ഇറക്കല്ലേ? എന്റെ പൊന്നോ, ഇന്ന് ഇറക്കലൊന്നും നടക്കൂല. അത് 2-3 ദിവസം പിടിക്കും. നോൺ ബെയിലബിൾ കേസാ. നീ കാശ് അയക്കാൻ നോക്ക്. ഓക്കെ അല്ലേ? ഓക്കെ ഓക്കെ. എന്തോ വീട് കൊള്ളാം. കുഞ്ഞാവേ അവനങ്ങനെ കയറി ചൊറിഞ്ഞാലാ? വാ പോവാം. അടി തുടങ്ങി. ഒന്ന് വന്നേടാ. എന്താ ഒന്ന് വന്നേ. വിളിക്കടാ. എന്താടാ? നോക്ക്. അവന്റെ വീട്ടിൽ കയറി മോന്തക്കിട്ട് 2 കൊടുത്താലോ? അവനല്ലേ? അവനാവും പെട്രോളിക്കാരനെ കൊടുത്താലാ? അയ്യോ അവൻ പോയാ. അവൻ പോയടാ, അവൻ പോകണടാ. പോട്ടെ, അവൻ പോട്ടെ. ഞാൻ പറഞ്ഞ ഒരു കാര്യം കേൾക്കാം. അവനാണെങ്കിൽ പൊളിക്കാം നമുക്ക്. പൊളിക്കാന്ന്. എവിടെ? അതെന്താ അവിടെ? അവട്ടല്ല, മുകളിലോട്ട്. എന്റെ അമ്മേ, പൊളിയാള. ഗീതി, വാതിലടച്ചടാ. പൊട്ടനാണ് അവൻ. കേറിപ്പോയില്ല. പേടി നന്നായിട്ട്. എന്താ എനിക്ക് ഭയങ്കര തലവേദന. ഒരു ഗ്ലാസ് ചായ ഇട്ടേ കൊള്ളായിരുന്നു. ഞാൻ തുണി വിരിച്ചുകൊണ്ടിരിക്കുക, അത് കഴിഞ്ഞിട്ട് വരട്ടെ. അല്ല, ഇപ്പൊ കിട്ടേ കൊള്ളായിരുന്നു. മരുന്ന് വല്ലതും എടുക്കണോ? ഏയ് അതിന്റെ ആവശ്യമൊന്നുമില്ല. ഈ തങ്കച്ചായന്റെ കാര്യം കേട്ടിട്ടുള്ള ടെൻഷനാ. ഞാൻ ഇപ്പൊ എടുക്കാം. എന്നാലും വലിയ കഷ്ടായി. ഇപ്പോ അമ്മണി അളിയനും കൂടി പോയിട്ടുണ്ട് സ്റ്റേഷനിലേക്ക്. എന്തൊക്കെ കാണണം എന്റെ ഭഗവാനെ. ശബരിമല കയറ്റം തുടങ്ങിയ പിന്നെയാ നാട് കുട്ടിച്ചോറായി. എൽദോ എന്താ പറഞ്ഞ മോനെ? നീ ഇത് എവിടെയാ? ഇവിടെ ഒന്നല്ലേ? എൽദോ ഒന്ന് നോക്കിക്കോളാന്ന് പറഞ്ഞു. കുറച്ച് കാശ് വെച്ചിട്ടുണ്ട്. സെറ്റിൽ ചെയ്യാൻ എന്തെങ്കിലും കൊടുക്കാനായിരിക്കും. ഫോൺ ബെല്ലടിക്കണ്ടെന്ന് തോന്നണു. ഒന്ന് നോക്കിട്ട് വരട്ടെ. ശരി. നിനക്കിത് എന്തു പറ്റി മോനെ? ഞങ്ങള് 2 ദിവസം ഒരു സ്ഥലം വരെ പോയാലോന്ന് വിചാരിക്കുക. എവിടേക്ക്? ഒരു ബീച്ച് റിസോർട്ട് ഉണ്ട് നമ്മുടെ ഫ്രണ്ടിന്റെ. ആ, അതെങ്ങനെ ശരിയാവുക? 2-3 ദിവസമായി കല്യാണം കഴിഞ്ഞിട്ട്. അവളുടെ വീട്ടിലേക്ക് ഒന്ന് പോണ്ടേ? അതൊരു ചടങ്ങുള്ളതാണ്. അതൊക്കെ പിന്നെ പോവാലോ. ഇപ്പൊ അവര് പോയിട്ട് വരട്ടെ അമ്മ. നീ പോയിട്ട് വാടാ നന്ദു. പോയിട്ട് അടിച്ചു പൊളിച്ചിട്ട് വാ.
എന്ന് എൻ്റെ മക്കൾ പോയിട്ട് വാ. ആ മനസ്സിൻ്റെ വിഷമമൊക്കെ ഒന്ന് അങ്ങോട്ട് മാറട്ടെ. എനിക്ക് എവിടെയാ അമ്മ മനസ്സിന് വിഷമം? നീ ഇപ്പൊ എവിടെയാ പോകുന്നത്? അവിടെ ചെറായിലുള്ള ഒരു ഫ്രണ്ടിന്റെ റിസോർട്ടിൽ. ആ എപ്പോഴാ പോണേ? നമ്മള് ഭക്ഷണം കഴിച്ചിട്ട് ഇറങ്ങാനുള്ള പരിപാടിയില്ല. എന്നാ പിന്നെ പോയി റെഡി ആവാ. മനസ്സിലെ വിഷമം എത്ര? ഒന്നുമില്ല, നീ പോ. അമ്മയുടെ മുഖത്താണ് വിഷമം. വന്നേ. ഇയാൾ എന്തൊരു ഹൈഡാടോ. എന്ത്? ഇതെന്താ എൻ്റെ അടുത്ത് നേരത്തെ പറയാത്തെ? അമ്മയുടെ ചേച്ചിയുടെ നാട്ടുകാരുടെ മുമ്പ് വെച്ച് പറയാ. സർപ്രൈസ് വരുമ്പോ നേരത്തെ കൂട്ടി പറഞ്ഞിട്ടാണ് തരിക. ഓ സർപ്രൈസ് ആയിരുന്നു. എന്തൊരു നാടകമായിരുന്നു. ചായ, തലവേദന, ചെടി വെച്ചിരു ഞാൻ. ഞാനും ഇടിക്കും. ഞാൻ ഇടിക്കും. ഇടിക്കണ്ടേ? ആ വാ വാ. ഞാൻ ഇടിക്കും. ഞാൻ ഇടിക്കും. അടിക്കൂ. ഒന്നടിച്ചു. റിസോർട്ടിലേക്ക് എന്തിനാ പോണേന്ന് അറിയോ? എനിക്കറിയില്ല. ഇല്ലേ, വെറുതെ പറയാം. എനിക്കറിയില്ല. നോണ. എനിക്കറിയില്ല. റിസോർട്ടിൽ പോയിട്ട് നമ്മള്